ഈ സാമ്പിളും കളക്ട് ചെയ്ത് ഞാൻ തിരുപ്പൂരി ഇറങ്ങി ട്രെയിനിൽ ഇറങ്ങി ഞാനിത് ഇങ്ങനെ ഈ സാധനമൊക്കെ കുറച്ച് അവിടെ ഉള്ള ആൾക്കാരെ കാണിച്ചു ഒരു ഐഡിയ ഇല്ല എവിടെയൊക്കെ പോകണമെന്ന് നമുക്കൊരു ഇതുമില്ല. അങ്ങനെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഒരാളെന്നോട് പറഞ്ഞു ഇതൊക്കെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, ഇത് എക്സ്പോർട്ട് ഹൗസിൽ കിട്ടുള്ളൂ, നിങ്ങൾക്ക് എങ്ങോട്ട് അയക്കാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കേരളത്തിൽ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് ചോദിച്ചു നിങ്ങൾ MOQ എത്രയാണ് ചോദിച്ചു. ഈ ആളെന്നെ പരിചയപ്പെട്ട ആൾ ചോദിക്കുക. അപ്പൊ MOQ എന്നുള്ള വാക്കൊക്കെ അപ്പോഴെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ എന്റെ ഷോപ്പും അതിന് തൊട്ടടുത്ത് 5 ഷോപ്പിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു 100-200 പീസൊക്കെ ഒരു 10-20 സാമ്പിൾ ഉണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു ഇത് ഇവിടെ എന്തായാലും കിട്ടില്ല, നിങ്ങൾ കാതർപേട്ട് എന്ന സ്ഥലത്ത് പോയി. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്നു പോകാനുള്ള ദൂരം കാതർപേട്ടിൽ നടന്നു ചെന്നുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാം കയറുകൊണ്ടൊക്കെ കെട്ടിയിട്ട് ഈ വീടുകളിൽ തയ്ച്ചിട്ട് കൊണ്ട് അട്ടി വെച്ചിരിക്കുക. മണ്ണും പൊടിയും ചെളിയൊക്കെ ഉണ്ട്. ഈ സാധനമാണ് നമ്മളെ ബോക്സിലാക്കിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് വെയർ ചെയ്യാൻ വരുന്നത്. അപ്പൊ ഇവരോട് ഞാൻ ഈ സാമ്പിൾ കാണിച്ച് പറഞ്ഞു ഇതിവിടെ ചെയ്യാൻ പറ്റില്ല, ഇത് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വേണം. അപ്പൊ ഞാൻ ചിന്തിക്കുക എക്സ്പോർട്ട് ചെയ്യുന്ന അവിടെ വാങ്ങുന്ന കുഞ്ഞുങ്ങളും നമ്മളെ നാട്ടിലുള്ളതും കുട്ടികളല്ലേ, ഇത് വെയർ ചെയ്ത് ഞാൻ. അപ്പൊ ഈ എക്സ്പോർട്ട് ഹൗസിൽ ഒരുപാട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് എക്സ്പോർട്ട് ഹൗസിൽ ചെല്ലുന്ന സമയത്ത് സെക്യൂരിറ്റി നമ്മൾ അതിനുള്ളിൽ കയറ്റിവില്ല. അന്നൊക്കെ തിരുപ്പൂർ അത്രയും സ്ട്രോങ് ആണ്, എക്സ്പോർട്ട് അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ ഇതിനുള്ളിൽ കയറാൻ പോലും സംഭവിക്കില്ല. അങ്ങനെ ഞാൻ കുറെ ഇതിനു വേണ്ടി നടന്നു. അപ്പൊ ഒരു രക്ഷയില്ല, MOQ എന്നെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുക.